നമസ്കാരം. ഊട്ടിയിലാണുള്ളത്. ഊട്ടിയിലെ റോസ് ഗാർഡനിലാണ്. റോസ് ഗാർഡനിലെ മനോഹരമായ ഈ കാഴ്ചകൾ ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ ഈ റോസ് ഗാർഡനിൽ മാത്രം പതിനായിരക്കണക്കിന് പൂക്കളുണ്ട്. അതിൽ തന്നെ 3000-ലധികം വെറൈറ്റി റോസാ പുഷ്പങ്ങളാണ് ഇവിടെ ഉള്ളത്. 3000-ലധികം വെറൈറ്റി ആയിട്ടുള്ള റോസാ പുഷ്പങ്ങൾ. അപ്പോൾ ഈ പൂക്കളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇന്ന് ചിന്തിക്കുകയായിരുന്നു, സത്യത്തിൽ നമ്മളും മനുഷ്യർ ഇതുപോലല്ലേ? നമ്മൾക്കിടയിൽ ഒരുപാട് വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയെ മനസ്സിലാക്കുന്നില്ല. എംബ്രേസ് ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയും. നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയെ എംബ്രേസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ യുണീക്ക്നെസ്സിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ല. ഈ മനോഹരമായ റോസാപ്പൂക്കൾ പോലെ ഇത് അതിൻ്റെ നിറം കൊണ്ട് മാത്രമല്ല, അതിൻ്റെ വലിപ്പം കൊണ്ട്, കാലാവസ്ഥയോട് അത് പ്രതികരിക്കുന്ന രീതി കൊണ്ട്, അത് വളരുന്ന രീതി കൊണ്ട്, അതിൻ്റെ മുട്ടിടുന്ന സമയം കൊണ്ട് ഒക്കെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പൂക്കളാണ്. തൊട്ടടുത്ത് നിൽക്കുമ്പോഴും ആ വൈവിധ്യത്തെ, ആ വ്യത്യാസത്തെ നിലനിർത്താൻ നമുക്ക് അതിന് സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ ആകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കൽപ്പറ്റ നാരായണ മാഷ് പറയുന്ന വളരെ മനോഹരമായ ഒരു കാര്യമുണ്ട്. അവർക്ക് പാകമായി നിന്ന് ഞാൻ എനിക്ക് പാകമല്ലാതായി എന്ന്. നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്നവൻ്റെ, നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ, അവർക്ക് വേണ്ടി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മളാരാണ്, നമ്മുടെ യുണീക്ക്നെസ് എന്താണ്, ആ യുണീക്ക്നെസ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, അങ്ങനെ നമുക്ക് മാത്രമായി ഈ ലോകത്തിന് നൽകാൻ കഴിയുന്ന ആ ധർമ്മത്തെ മനസ്സിലാക്കാൻ, അതുവഴി ഈ സൊസൈറ്റിക്ക് ഒരു സംഭാവന നൽകാനൊക്കെ നമുക്ക് സാധ്യമാകേണ്ടതില്ലേ? ഈ യുണീക്ക്നെസ്സിനെ കണ്ടെത്തിയിട്ട് ഈ വൈവിധ്യങ്ങളെ ആയിട്ടുള്ള മനുഷ്യർ, അവരുടെ വൈവിധ്യങ്ങളായിട്ടുള്ള ആ കഴിവുകളാണല്ലോ ലോകത്തിന് സംഭാവന ചെയ്യുന്നത്. ആ വൈവിധ്യത്തിലല്ലേ മനോഹാരിതയുള്ളത്. അപ്പോൾ ഈ റോസ് ഗാർഡൻ മനോഹരമാകുന്നത് ഈ വൈവിധ്യത്തിലൂടെയാണ് എന്നതുപോലെ നമ്മുടെ സൊസൈറ്റി മനോഹരമാകുന്നത് ഈ വൈവിധ്യത്തെ ഉൾക്കൊള്ളാനും അതിനെ നമുക്ക് ആഘോഷിക്കാനും കഴിയുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് വൈവിധ്യങ്ങൾ ആഘോഷിക്കുക. നമ്മുടെ കൂടെ നിൽക്കുന്നവൻ നമ്മളല്ല എന്ന് തിരിച്ചറിയുക. അവരുടെ വൈവിധ്യത്തെ ഉൾക്കൊള്ളാനും അതിനെ ആഘോഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് കഴിയുക. താങ്ക് യു.